ഹാഷ്മി താജ് ഇബ്രാഹിം ആ നിരീക്ഷണത്തിൽ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ? കാരണം അടിയൊഴുക്കുകൾ ഉണ്ടാകാം. BJP അല്ലെങ്കിൽ NDA നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഇങ്ങനെ ഒരു സൂചന നൽകുന്നത് ഇപ്പം ഇതൊരു നമുക്കൊരു ഔട്ട് ഓഫ് കോൺടെക്സ്റ്റ് ആണെങ്കിൽ പോലും എന്തായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സൂചന കൊടുക്കുമ്പോൾ? ഉറപ്പായും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരോട് നമ്മൾ നേരത്തെ തുടക്കം മുതലേ ഡീൽ ആരോപണത്തിന് കാരണമായി പറഞ്ഞിരുന്നത് BJPക്ക് വലിയ കോർ വോട്ടുള്ള തൃപ്പൂണിത്തുറ, കോന്നി, റാന്നി പോലുള്ള മണ്ഡലങ്ങളിൽ BJP. ഒരു സെക്കൻഡ്. കേരളത്തിൽ ഇപ്പോൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 77.38% 77.38 എന്നതാണ് ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള സോഴ്സാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. ഇത് ഇനിയും കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഉറപ്പായും ഇത് 80-ലേക്ക് പോകുന്നു. നമ്മുടെ സ്ക്രീനിലുള്ള ഗ്രാഫിക്സ് മാറ്റാം. 77.38. അത് 80-ലേക്ക് പോകുന്നതിന് ഞാൻ കരുതുന്നു. അതിന് കാരണം 2021 ഏതാണ്ട് ഇതേ സമയത്ത് 69-70 നിന്ന് പോളിംഗ് ശതമാനമാണ്. അന്തിമ കണക്ക് വരുമ്പോഴേക്കും അത് 75-ലേക്ക് 74 ഏതാണ്ട് 75-ലേക്ക് അത് പോകുന്നു. അതുകൊണ്ട് ഇത് ഉറപ്പായും 5% കൂടെ വർധന ഞാൻ പ്രതീക്ഷിക്കുന്നു. 80%-ത്തിനടുത്ത് ഒരു 79 ഒക്കെ ഉറപ്പായും എത്താം. നമ്മൾ പറഞ്ഞു വന്നത് രാജീവ് ചന്ദ്രശേഖറുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഈ പറയുന്ന തൃപ്പൂണിത്തുറ, കോന്നി, റാന്നി പോലുള്ള അവരുടെ കോർ വോട്ടുള്ള മണ്ഡലങ്ങൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഫുൾ പ്രൂഫായ ഒരു ഉത്തരം തരാൻ രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു ഘട്ടത്തിൽ മാത്രം ഒരു ചാനലിനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നു അതൊരു ഇലക്ഷൻ തന്ത്രമാണ്, അത് വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും, അപ്പോൾ കുറച്ചുകൂടി വിശദമായി പറയാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ തന്ത്രം എന്നറിയില്ല. പക്ഷേ BJPയുടെ പ്രതീക്ഷ ഇവിടെ ഒരു സാധാരണഗതിയിൽ നേതാക്കൾ എത്ര തോൽവിയുള്ള സമയത്തും അവർ സംസാരിക്കുക ഞങ്ങൾ ഭരിക്കും എന്ന് തന്നെയാകും പറയുക. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഞങ്ങൾ ഭരിക്കുമെന്നൊരു വാക്ക് ഇതേവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇവിടെ നിർണായക ശക്തിയാകും, ഇവിടെ ഒരു ഹങ് അസംബ്ലി ഉണ്ടാകും, ഇവിടെ തൂക്കുമന്ത്രിസഭ ഉണ്ടാകും, അവിടെ ഞങ്ങൾ നിർണായക ശക്തിയാകുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രന്റെ അടക്കം പ്രശ്നങ്ങൾ അത് സംസ്ഥാനത്തുടനീളം BJP ബാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇവിടെ നമ്മൾ പോളിംഗ് ശതമാനത്തിൽ റോൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന നിയമത്തെ അദ്ദേഹത്തിന്റെ വിജയമാണോ അറിയില്ല. നമുക്ക് കാത്തിരുന്നാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഈ പറയുന്ന എന്താണ് ഇലക്ഷൻ തന്ത്രം. ഇപ്പൊ പ്രധാനപ്പെട്ട അവരുടെ കോർ വോട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ അഭിമാന സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്താതെ എന്തിനാണ് 2020 കൊടുത്തത് എന്നുള്ള കാര്യം അടക്കം അതിൽ ഉത്തരം വരേണ്ടതുണ്ട്. അത് ഈ പറയുന്ന വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുമെന്നാണ് RC പറയുന്നത്. നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ പോളിംഗ് ശതമാനം വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഉയരുകയാണ് എന്നാലും ഒരു തർക്കമില്ല. അതിന് പ്രാഥമിക കാരണമായി പറഞ്ഞു കേൾക്കുന്ന SIR ക്ലീൻ ചെയ്ത ഒരു വോട്ടർ പട്ടികയാണ്. ഇവിടെ 2021 നിന്ന് മരിച്ചുപോയ ആൾക്കാർ അല്ലെങ്കിൽ കള്ളവോട്ടെന്ന് വിളിക്കുന്നതിനപ്പുറം ഇരട്ട വോട്ടുകൾ ഒക്കെ മാറി ഒരു ക്ലീൻ വോട്ടർ പട്ടിക വെച്ചാണ് ഈ വോട്ടെടുപ്പ്. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധാനം എന്ന് പറയുന്നു. ഒരു പരിധിവരെ അതൊരു കാരണമാണ്. അതിലപ്പുറം ഞാൻ കരുതുന്നത് ഇത് ഉറപ്പായും എന്തോ ഒരു തരംഗത്തിന്റെ സൂചനയാണ്. ഒന്നുകിൽ ഭരണാനുകൂല തരംഗം, ഒന്നുകിൽ ഭരണവിരുദ്ധ തരംഗം. ഇത് തരംഗ സൂചന തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ വഴിയെ പറയാം. മാത്രമല്ല RC രാജീവ് ചന്ദ്രശേഖർ അതേ ഒരു സൂചന നൽകി ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്ക് സഭ വരാൻ സാധ്യത കേരളത്തിലെ അവസ്ഥയിൽ കാണുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.